അമേരിക്കയിൽ വൈറ്റ് ഹൌസിന് സമീപമുണ്ടായ വെടിവെപ്പിൽ നാഷണൽ ഗാർഡ്സിലെ 2 സൈനികർക്ക് ഗുരുതരമായ പരിക്ക്. അഫ്ഗാൻ പൗരനെന്ന് തിരിച്ചറിഞ്ഞ അക്രമിയെ പരിക്കുകളോടെയാണ് പിടികൂടിയത്. സംഭവത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയ ഡൊണാൾഡ് ട്രംപ് അക്രമി കനത്ത ശിക്ഷ നേരിടുമെന്ന് അറിയിച്ചു. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. അഭിലാഷ്, അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട, അമേരിക്കയുടെ ഹൃദയം എന്ന് പറയാവുന്ന മേഖലയാണ് വൈറ്റ് ഹൗസ്. അവിടെ അത്യന്തം സുരക്ഷയുള്ള ആ മേഖലയിൽ എങ്ങനെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ ഒരു വെടിവെപ്പ് ഉണ്ടായത് എന്നതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. എന്താണ് ഈ ആക്രമണത്തെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? കഴിഞ്ഞ മണിക്കൂറുകളിലാണ് ഇത്തരത്തിൽ വൈറ്റ് ഹൗസിന് സമീപമുള്ള ഈ പ്രദേശത്ത്, വാഷിംഗ്ടണിൻ്റെ ഈ പ്രദേശത്ത് 2 നാഷണൽ ഗാർഡ് സെക്യൂരിറ്റിമാർ നിൽക്കുമ്പോൾ അവിടെ ഒരാൾ നടന്നു കയറുകയും അയാൾ പെട്ടെന്ന് അയാളുടെ അരയിലിരുന്ന് തോക്കെടുത്ത് വെടിയുതിർക്കുകയുമായിരുന്നു. അതിൽ ഒരു നാഷണൽ ഗാർഡ് സെക്യൂരിറ്റി അപ്പോൾ തന്നെ വെടിയേറ്റ് വീഴുമ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡ് തിരിച്ച് വെടിവെക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിനും വെടിയേൽക്കുകയായിരുന്നു. എന്നാൽ അക്രമിക്ക് സാരമായ പരിക്കുകളോടെ തന്നെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഈ 2 പേരും, അതായത് ഈ വെടിയേറ്റ് വീണ 2 നാഷണൽ സെക്യൂരിറ്റി ഗാർഡും ആദ്യം കൊല്ലപ്പെട്ടെന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. അങ്ങനെ ഒരു സ്ഥിരീകരണമാണ് വന്നത്. പിന്നീട് മിനിറ്റുകൾക്കകം അവർക്ക് ജീവൻ ബാക്കിയുണ്ടെന്നും അവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയാണെന്നുമുള്ള ഒരു തരത്തിൽ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത പുറത്തു വന്നു. അങ്ങനെ ഇപ്പോൾ 2 ഉദ്യോഗസ്ഥരും ഇപ്പോൾ അതീവ സുരക്ഷയിലാണ്. അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അതുപോലെ തന്നെ ഈ അക്രമി ആയിട്ടുള്ള ഇയാളെയും വെടിയേറ്റ നിലയിൽ കയ്യിൽ വെടിയേറ്റാണ് പിടികൂടുന്നത്. അയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇയാൾ അഫ്ഗാൻ സ്വദേശിയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇത് അമേരിക്കയെ സംബന്ധിച്ച് നാണം കെടുത്തുന്ന, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ലോകത്തെ തന്നെ ഏറ്റവും വലിയ സുരക്ഷയുള്ള ഒരു സ്ഥലമാണ് വാഷിംഗ്ടൺ എന്ന് പറയുന്നത്, വൈറ്റ് ഹൗസിന് സമീപം എന്ന് പറയുന്നത്. അവിടെ വന്ന് അവിടുത്തെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ, ആയുധധാരികളായ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ വെടിവെച്ച് വീഴ്ത്താൻ കഴിയുന്ന ഒരു യുവാവ് വന്നിട്ട് ഇത് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാര്യമെന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്ക അന്വേഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജോ ബൈഡനും മറ്റ് എല്ലാ ആളുകളും, അവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ ആളുകളും, മാർക്കോ റൂബിയോ അടക്കമുള്ള ആളുകൾ ഞെട്ടൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് പറയുന്നു. ഈ ഒരു സംഭവത്തിൽ അമേരിക്കയ്ക്കുണ്ടാക്കിയ ഈ ഒരു ഞെട്ടലും നാണക്കേടിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു സംഭവം അന്വേഷിക്കുന്നത് ആരൊക്കെയാണ്, ഏതൊക്കെ ഏജൻസിയാണെന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഇത് പ്രധാനമായും FBI അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ ഹോംലാൻഡ് സെക്യൂരിറ്റി, സീക്രട്ട് സർവീസസ്, ATF, DEA, അങ്ങനെ പ്രധാനപ്പെട്ട അമേരിക്കയിലെ എല്ലാ അന്വേഷണ ഏജൻസികളും, FBI അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ ഒരു വെടിവെപ്പിനെ കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ ആ സംഭവത്തിൻ്റെ തീവ്രത എത്രത്തോളമായിരിക്കും, അമേരിക്കയെ സംബന്ധിച്ച് അവരെ എത്രത്തോളം ഈ ഒരു വെടിവെപ്പ് പിടിച്ചു കുലുക്കിയിട്ടുണ്ടാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അമേരിക്കയുടെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയാണ് FBI. അവർ പോലും ഈ ഒരു അന്വേഷണത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ കാര്യമായിട്ടുള്ള സംഭവമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അത്തരത്തിൽ ഒരു സംഭവമാണ് ഇന്നിപ്പോൾ മണിക്കൂറുകളിൽ അമേരിക്കയിൽ നടന്നിരിക്കുന്നത്. വൈറ്റ് ഹൗസിന് സമീപം ഒരാൾ എത്തി അവിടുത്തെ ഹോംലാൻഡ് സെക്യൂരിറ്റി നാഷണൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ വെടിവെക്കുന്നു. അവർ 2 പേർക്കും ഗുരുതരമായി പരിക്കേൽക്കുന്നു. മാത്രമല്ല, ഈ ഒരു സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവിടുത്തെ റീഗൻ വാഷിംഗ്ടൺ എയർപോർട്ടിൽ ഇന്ന് കുറച്ചു നേരമെങ്കിലും വിമാനങ്ങളൊന്നും ഇറങ്ങാൻ സമ്മതിച്ചിരുന്നില്ല. മാത്രമല്ല, വൈറ്റ് ഹൗസിൻ്റെ പ്രദേശത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. നാഷണൽ സെക്യൂരിറ്റി ഗാർഡിലെ 500 സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ കൂടി ആ പ്രദേശത്ത് വിന്യസിച്ചിരിക്കുകയാണ്. അങ്ങനെ വൈറ്റ് ഹൗസിനെ സംബന്ധിച്ച്, വാഷിംഗ്ടണിനെ സംബന്ധിച്ച് സുരക്ഷാ സംവിധാനങ്ങൾ 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട്, സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണത്തിന് അമേരിക്ക മുതിരുന്നു. ഇതിന് പിന്നിൽ ആരാണെങ്കിലും അയാളെ വെറുതെ വിടില്ല എന്നും ഈ അക്രമിക്ക് വലിയ തരത്തിലുള്ള ഒരു ശിക്ഷ തന്നെ നൽകുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നു. ഗോഡ് ബി വിത്ത് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, അതായത് ഈ പരിക്കേറ്റവർക്ക് ഒപ്പം ദൈവമുണ്ടാകും, അമേരിക്ക ഉണ്ടാകും, അതിന് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കും, ഇതിൽ കുറ്റക്കാരായിട്ടുള്ള ആരെയും വെറുതെ വിടില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചിരിക്കുന്നു. മാത്രമല്ല, ജോ ബൈഡനും ബറാക് ഒബാമയും മാർക്കോ റൂബിയോയും അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും, വിവിധ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമെല്ലാം ഈ ഒരു സംഭവത്തെ അപലപിച്ച് രംഗത്തെത്തിയിരിക്കുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ വെറുതെ വിടരുതെന്നുള്ളതാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ആവശ്യമായി ഉയരുന്നത്. അമേരിക്കയിലെ ആളുകൾ, അവിടുത്തെ സാധാരണ ജനങ്ങളടക്കം ട്വിറ്ററിൽ, എക്സിൽ
വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇത് അഫ്ഗാൻ സ്വദേശി ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇമിഗ്രൻസിന്, അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് അവിടേക്ക് എത്തുന്ന ആളുകൾക്കെതിരെ ഒരു പ്രതിഷേധം വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അവിടെ വലതുപക്ഷത്തെ ആളുകൾ നിലവിൽ തന്നെ വലിയ രീതിയിലുള്ള ഇമിഗ്രൻസിനെ അവിടെ അലോ ചെയ്യുന്നതിനുള്ള പ്രതിഷേധങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ചില ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. അത് പ്രത്യേകിച്ച് ഒരു അഫ്ഗാൻ സ്വദേശിയാകുമ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ വരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഒരു പക്ഷേ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി അവിടെ കാണുന്നുണ്ട്. അത്തരത്തിൽ ഇതൊരു വെടിവെപ്പ് അത് മറ്റ് തലങ്ങളിലേക്ക് വരെ വ്യാപിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. മാത്രമല്ല പോയ മണിക്കൂറുകളിൽ മാർക്കോ റൂബിയോ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് ഫ്രാൻസും കാനഡയും ഒക്കെ ഇത്തരത്തിൽ ഇമിഗ്രൻസിനെ വിളിച്ചു കയറ്റുന്നത് കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. അവർ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ഇമിഗ്രൻസിനെ വിളിച്ചു വരുത്തുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് കൃത്യമായി പരിശോധിക്കണമെന്ന അടക്കമുള്ള നിർദ്ദേശങ്ങൾ മാർക്കോ റൂബിയോ വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് ഇത് പറയുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ അമേരിക്കയിലൊരു സംഭവം, അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നത്. 2 സൈനികർക്ക് പരിക്കേറ്റു. എന്തിനാണ് ഈ അക്രമി ഇത് ചെയ്തത് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഈ അക്രമിക്ക് പിന്നിൽ ആരാണ്? ഇതിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം നടക്കും. ഈ യുവാവിനെ സ്പോൺസർ ചെയ്യുന്നത് ആരാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ വാർത്തകൾ നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീജ. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി